അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അച്ഛാ, ആ ഗൈനക്കോളജിസ്റ്റിനൊരു പിശക് പറ്റിയതാ. ഋതു ഗർഭിണിയല്ല. പതുക്കെ പതുക്കെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം. പിന്നെ ഒന്ന് രണ്ട് സൂത്രങ്ങളൊക്കെ അച്ഛമ്മോക്ക് പറഞ്ഞുതരാം. ഓരോരുത്തരെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ചില പൊടി നമ്പറുകൾ. പറയച്ചാ. മനസ്സിലായോ എന്റെ മോക്ക്? മനസ്സിലായി അച്ഛാ. എന്തു സംശയം വന്നാലും മറ്റാരും അറിയാതെ എന്റെ പൊന്നുമോള് അച്ഛനെ വിളിക്കണം. ശരി അച്ഛാ. അച്ഛാ, ഞാനെന്നാ പൊക്കോട്ടെ. പോയിട്ട് വാ മോളെ. വേണുട്ടാ, മോളുടെ ചടങ്ങല്ലേ, നമുക്ക് പോണ്ടേ? അതിനടി അങ്ങനെ ചോദിക്കണത്? നമ്മളില്ലാതെ ചടങ്ങ് നടക്കോ? പിന്നെ എന്നോടൊന്ന് മുഷിഞ്ഞു പറഞ്ഞതൊക്കെ ഞാൻ മറന്നു. സാറതൊക്കെ മറന്നു കാണും. അല്ലെങ്കിൽ തന്നെ എന്തോന്ന് പിണക്കോടി. പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ ദൈവം മനുഷ്യന് മനസ്സെന്ന സാധനം കൊടുത്തിരിക്കണേ. ഞാൻ അതൊന്നുമല്ല വേണുവേട്ടാ ചോദിച്ചത്. നമ്മൾ ചെല്ലുമ്പോ കൂട്ടത്തില് വിശേഷം അറിയിക്കാന്നുള്ളൊരു ചടങ്ങും കൂടെ ഉണ്ട്. അപ്പോ മോക്കെന്തേലും കൊടുക്കണ്ടേ? പിന്നെ വേണ്ടേ? അതാണ് എന്റെ ആകുലതയും വേവലാതിയും. അതിന് ആകുലപ്പെട്ടിട്ട് എന്ത് കാര്യം? കൊടുത്തല്ലേ പറ്റൂ. അവരുടെ കല്യാണത്തിന് പോലും ഒരു തരി പൊന്നു പോലും നമ്മൾ കൊടുത്തിട്ടില്ല. അതിന് പൊന്നിനൊക്കെ ഇപ്പൊ എന്താ വിലയെന്ന് അറിയാവോ? 1,00,000 മോളില ഒരു പവന് ഇന്നത്തെ സ്വർണ്ണവില. അപ്പൊ നീ ദിവസവും സ്വർണ്ണവില നോക്കിയിരിക്ക, സ്വർണത്തിന്റെ വില കൃത്യമായിട്ട് പറയാ. പൊന്നിനോട് പണ്ടേ ഇത്തിരി ആർത്തി കൂടുതലായി വെക്ക്. അപ്പൊ അവള് നോക്കി പോവും വേണുവേട്ടാ. ഞാൻ നോക്കും, അതെന്റെ സ്വഭാവം. പൊന്നിന് തീവിലയാണെന്ന് കരുതി ചെയ്യേണ്ടതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്യണം, ചെയ്തല്ലേ പറ്റൂ. അവരൊക്കെ വലിയ കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരാ. അവരോടൊപ്പം കേറി നമ്മൾ തുള്ളരുത്. ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിച്ചാലേ അണ്ണാന് വായു ഉണ്ടാവില്ല, തലയും ഉണ്ടാവില്ല. ഓ, വർമ്മസാറും കുടുംബവും ആനകളല്ലടി മോളെ. ഐരാവതം. ഓ, ഐരാവതം എന്താണെന്ന് നിനക്കറിയോ? അതൊരു പർവ്വതമല്ലേ, ഹിമാലയത്തിലെ. തേങ്ങാക്കൊല. ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം എന്ന ആന. അതെന്താ, മൂപ്പർക്ക് കാറും ഓട്ടോ ഒന്നും ഇല്ലായിരുന്നോ? എന്റെ ദൈവമേ, ഈ പോത്തൊക്കെ എന്റെ മോളായിട്ട് വന്ന് പറഞ്ഞല്ലോ. ഇവൾ ഇവിടെ കിടന്ന് ചിലയ്ക്കും. വേണോട്ടെ കാര്യം പറഞ്ഞേ. അടേ, അവര് കാശുകൊണ്ട് വലിയവരായിരിക്കും, നമ്മള് അന്തസ്സും അഭിമാനം കൊണ്ടും വലിയവരാ. ഒരു മാലയെങ്കിലും ആ കൊച്ചിന്റെ കഴുത്തിലിടണ്ടേ വേണുവേട്ടാ? അതാ പറഞ്ഞ്, ഒരു മാലയ്ക്ക് കുറഞ്ഞത് 2.5 പവനെങ്കിലും വേണ്ടി വരും. 2.5 പവന്റെ മാലയ്ക്ക് ഒരു 3 ലക്ഷം രൂപ പണിക്കൂലി ഉൾപ്പെടെ വേണ്ടിവരും. ഇത് എവിടുന്നെടുത്തിട്ടുണ്ടാക്കും? എന്തായാലും അതിനു വേണ്ടി നിന്റെ മാലയോ വളയോ മോതിരോ ഒന്നും ഞങ്ങൾ തട്ടിപ്പറിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയും ചെയ്യും. നിന്റെ സഹായവും വേണ്ട, നിന്റെ അഭിപ്രായവും വേണ്ട. അതെ, ചടങ്ങിന് പോകുമ്പോ ഞങ്ങളുടെ കൂടെ വന്ന അതൊരു വലിയ ഉപകാരമായിരിക്കും. കൂടെ വരുന്നതിന് ഫീസ് വല്ലതും അങ്ങോട്ട് വേണോ? അവരുടെ നിലയൊക്കെ വലുതാ. പക്ഷെ നമുക്ക് നമ്മുടെ നിലയ്ക്കുള്ള ചെയ്തേ പറ്റൂ. ഒരുപാടൊന്നും വേണ്ട വേണുവേട്ടാ, നമ്മുടെ കഴിവിനൊത്ത്. പിന്നെ വയറ് കാണൽ ചടങ്ങും പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകലും പ്രസവമൊക്കെ ഉണ്ടല്ലോ. ബാക്കിയുള്ളതൊക്കെ പുറകെ ചെയ്യാം. ചെയ്യാടി,
നീ സമാധാനായിട്ടിരിക്കേ. ഇതാര്? ഹേടി രാജു ആണല്ലോ. എടുക്ക്. ആ മോനെ, എന്താടാ? അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അച്ഛാ, ആ ഗൈനക്കോളജിസ്റ്റിനൊരു പിശക് പറ്റിയതാ. ഋതു ഗർഭിണിയല്ല. ഏയ്, അച്ഛൻ വിഷമിക്കണ്ട. അതിനുള്ള സമയമായിട്ടില്ലെന്ന് കരുതിയാ മതി. ഇക്കാര്യം അമ്മയുടെ അടുത്തും കൂടി ഒന്ന് പറഞ്ഞേക്കണേ അച്ഛാ. ശരി. വേണുവേട്ടാ, വേണുവേട്ടാ, എന്താ വേണുവേട്ടാ? ആശുപത്രിയിൽ എന്തോ പെശക് പറ്റിയെന്ന്. മോള് ഗർഭിണിയല്ലെന്ന്. എന്റെ പൊന്നു കീഴിലമ്മ, എന്റെ ഈശ്വര. ഡോക്ടർ ദീപ ചേച്ചി എൻ്റെ ഫ്രണ്ടാ. എന്നാലും ഒരു ഡോക്ടറുടെ ശ്രദ്ധക്കുറവ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാനുൾപ്പെടെ എത്ര പേരെ വിഷമിക്കുന്നത്. ഋതു, ഇങ്ങനെ വിഷമിക്കാതെ. ഇത് നമ്മളാരും വിളിച്ചു വരുത്തിയ കുഴപ്പമൊന്നും അല്ലല്ലോ. ആ ഗൈനക്കിലെ ഡോക്ടറുടെ ഒരു അശ്രദ്ധ കൊണ്ടുണ്ടായ ഒരു കുഴപ്പം, അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. രാജു, അച്ഛനിവിടെ അംബികയുടെ നിർബന്ധം കൊണ്ട് ഫംഗ്ഷനൊക്കെ സംഘടിപ്പിച്ചിരിക്കുക. അച്ഛനോട് ഈ കാര്യം ഞാൻ എങ്ങനെ പറയും? വർമ്മ സാറിനോടെ ഞാൻ പറയാം. ഉണ്ടായ കാര്യങ്ങൾ അതുപോലെ സാറിനോട് തുറന്നു പറയും. അതിനെന്താ? ഋതു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഋതു മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമാണോ ഇത്? അല്ലല്ലോ. അതുകൊണ്ട് ഒരു ടെൻഷനും അടിക്കാതിരിക്കെ. ഞാൻ സാറിനോട് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം.